മഹത്തായ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അതുപോലെ തന്നെ വേദിയിലുള്ള പ്രിയങ്കരനായ ആലിക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെർക്കളം അബ്ദുള്ള സാഹിബ്, പ്രിയങ്കരനായ മുഹമ്മദ് ഫൈസി, പ്രിയപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങി വേദിയിലുള്ള ധാരാളം പണ്ഡിതന്മാരും സാദാത്തുക്കളും ഉലമാക്കളും ഒക്കെയുണ്ട്. ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ മംഗലാപുരത്തിൻ്റെയും പരിസര പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രതിനിധികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ നാഷണൽ മിഷന്റെ ഭാഗമായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വളരെ ദീപ്തമായ സ്മരണകൾ ഏറ്റവും സജീവമാകുന്ന അദ്ദേഹം വിട പറഞ്ഞതിൻ്റെ ഈ വാർഷികത്തിൽ നടക്കുന്ന ഒരു അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ കാലിക പ്രസക്തമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചാ സമ്മേളനവുമാണിവിടെ. ആഗസ്റ്റ് 1 കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാൻ കഴിയാത്ത, മറക്കാനാവാത്ത വേർപാടിന്റെ, ദുഃഖത്തിന്റെ ഒരു മുഹൂർത്തമാണ്. അന്നാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾ മതസൗഹാർദ്ദത്തിന്റെ അംബാസഡർ എന്ന് പറഞ്ഞ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയം എങ്ങനെ ചലനാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കേരളത്തിനും ലോകത്തിനും 3.5 പതിറ്റാണ്ട് കാലത്തെ ദീർഘമായ നേതൃത്വത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന നമ്മുടെ മനസ്സിലെ മരണമില്ലാത്ത സുൽത്താൻ നമ്മളോട് വിടവാങ്ങിയത് ആഗസ്റ്റ് 1 അതിൻ്റെ സ്മരണകളുമായി നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ശിഹാബ് തങ്ങൾ വിട പറഞ്ഞിട്ട് 6-7 വർഷം പിന്നിടുമ്പോഴും നമ്മളുടെ പൊതുമണ്ഡലത്തിൽ, നമ്മളുടെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ എല്ലാ മണ്ഡലങ്ങളിലും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിറസാന്നിധ്യം ഇപ്പോഴുമുണ്ട്. ഏത് വിഷയത്തെ സംസാരിക്കുമ്പോഴും ശിഹാബ് തങ്ങൾ നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ശിഹാബ് തങ്ങളുടെ പേരിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ശിഹാബ് തങ്ങളുടെ നിലപാടുകൾ സംസാരിക്കേണ്ടി വരുന്ന നിരവധി സന്ദർഭങ്ങൾ ഒക്കെ ഇന്നും നമ്മളുടെ പൊതു, അതുപോലെ തന്നെ മതപരമായ എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ശിഹാബ് തങ്ങളുടെ സ്മരണകളുമായി ഒത്തുചേർന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിരവധി ഘട്ടങ്ങൾ നമ്മൾ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും ശിഹാബ് തങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. കൊല്ലത്തിൽ 365 ദിവസവും കേരളത്തിൽ സ്മരിക്കപ്പെടുന്ന ഒരു നേതാവാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ള നമ്മുടെ ബൈത്തുർ റഹ്മകൾ, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ ലീഗ് കമ്മിറ്റിയാണ് ശിഹാബ് തങ്ങൾ വിടവാങ്ങിയതിൻ്റെ വഫാത്തിന്റെ 1ാമത്തെ വാർഷികത്തിൽ തങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു ആശയം, അടച്ചുറപ്പോടുകൂടി കിടന്നുറങ്ങാൻ ഒരു കൂരയില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ 101 വീടുകൾ വെച്ചു കൊടുക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. ആ തീരുമാനം തങ്ങളുടെ പേരിലായപ്പോൾ
അതിലേക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ 3000-ഓളം ഭവനങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി ബൈത്തുർ റഹ്മകൾ, അനുഗ്രഹീത ഭവനങ്ങൾ എന്ന പേരിൽ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളിൽ രാജ്യത്ത് നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പലതും പണി പൂർത്തിയായി, പലതും അതിന്റെ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിൽ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറയാറുണ്ട്, കേരളത്തിൽ എല്ലാ ദിവസവും ബൈത്തുർ റഹ്മകളുടെ കട്ടിലവക്കൽ, ബൈത്തുർ റഹ്മകളുടെ തറക്കല്ലിടൽ, ബൈത്തുർ റഹ്മ പൂർത്തിയായതിന്റെ താക്കോൽ കൈമാറ്റം, ഇങ്ങനെ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളിൽ, അതുപോലെ തന്നെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുകൾ, ശിഹാബ് തങ്ങളുടെ പേരിലുള്ള മറ്റ് രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും ആശ്രയങ്ങളും ആശ്വാസവും നൽകുന്ന റിലീഫ് സെല്ലുകൾ, ഇതിന്റെയൊക്കെ പരിപാടികൾ ഒരു ദിവസം ഒന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവും. അപ്പൊ വർഷത്തിൽ 365 ദിവസവും അനുസ്മരണ സമ്മേളനം നടക്കുന്ന ഒരു നേതാവാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ആ ശിഹാബ് തങ്ങളുടെ സ്മരണകളിൽ ഇന്ന് പട്ടിക്കാട് ജാമിഅന്നൂരിയ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ ഒരുപാട് വർഷങ്ങളോളം കടന്നുപോയ പട്ടിക്കാട് ജാമിഅന്നൂരിയയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കർണാടകയിലെ മംഗലാപുരത്ത് നടക്കുന്ന ഈ നാഷണൽ മിഷൻ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. നമുക്കറിയാം, മുസ്ലിം സമൂഹമേറെ ഇന്ന് പല വിധത്തിലുള്ള ഒറ്റപ്പെടലുകൾക്കും പല വിധത്തിലുള്ള ചർച്ചകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. എല്ലാ അർത്ഥത്തിലും തീവ്രവാദത്തിന്റെ പേരിൽ, ആ തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ദേശീയമായും അന്തർദേശീയമായും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ അടുത്ത് നമ്മളൊരു വാർത്ത വായിച്ചു. അമേരിക്കയിലെ ഒരു വിമാനം പുറപ്പെടാൻ നേരത്ത് പൈലറ്റ് പറഞ്ഞു, ഞാൻ ഈ വിമാനം എടുക്കൂല. എന്താ കാരണം? വിമാനത്തിന്റെ യാത്രക്കാരുടെ ചാർട്ടിൽ ഒരു മുസ്ലിം ഉണ്ട്. അതുകൊണ്ട് ഈ മുസ്ലിം ഈ വിമാനത്തിൽ ഇരിക്കുന്നിടത്തോളം സമയം ഞാൻ ഈ വിമാനം പറപ്പിക്കാൻ തയ്യാറല്ല. അവിടെ പൈലറ്റ് വേറെ ബദലില്ല. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ല. പൈലറ്റ് വിമാനം ഓടിക്കൂല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ മുസ്ലിം ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. അങ്ങനെയാണ് ആ വിമാനം പറപ്പിച്ചത്. അപ്പൊ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്ന, മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ നടക്കുന്ന ഇസ്ലാമോ ഫാബിയ എന്നാണ് പാശ്ചാത്യ ലോകം അതിന് പേരിട്ടിട്ടുള്ളത്. ഇസ്ലാം പേടി, ഇസ്ലാമിനെ പേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകത്തെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ തീവ്രവാദികളും ഈ ഇസ്ലാം വിരുദ്ധ ശക്തികളും പരസ്പരം സഹായികളായി വർത്തിക്കുകയാണ്. ഇവര് പരസ്പരം പൂരകങ്ങളാണ്. അത് അന്തർദേശീയ തലത്തിലാവട്ടെ, ഈ ISIS പോലെ അല്ലെങ്കിൽ അൽ-ഖ്വായിദ പോലെ ഉള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്കൊക്കെ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയുണ്ട്. കാരണം ഇസ്ലാമിനെ ഒരു ഭീകരവാദ പ്രസ്ഥാനമായി സമൂഹത്തിൽ നിലനിർത്തണമെങ്കിൽ ഇത്തരം സംഘടനകൾ വേണം. ബിൻ ലാദനും അൽ-ഖ്വായിദയും ഒക്കെ ഒരു കാലത്ത് അമേരിക്കയുടെ ഇഷ്ടപുത്രന്മാരായിരുന്നു. ഇപ്പൊ വന്നിട്ടുള്ള IS-ഉം അതിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള അബൂബക്കർ ബഗ്ദാദിയും ഒക്കെ സയനിസ്റ്റുകളുടെയും അമേരിക്കയുടെയും ഒക്കെ പിന്തുണയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ശക്തമായ ആക്ഷേപം അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട് പുറത്തുപോയ എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന അമേരിക്കയിലെ വളരെ വിദഗ്ധനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അടുത്ത് പുറത്തുവിട്ട സംഗതികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് പരസ്പരം പൂരകങ്ങളാണ്. ഒന്നിനെ സഹായിക്കുന്ന വിധമാണ് രാജ്യത്ത് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമികമായി ഈ തീവ്രവാദത്തിന് യാതൊരു വിധത്തിലുള്ള പിൻബലവുമില്ല. മതത്തിന്റെ അധ്യാപനങ്ങളുടെ പേരിലല്ല ഈ വഴിതെറ്റിയവർ നടത്തുന്ന ജിഹാദുകൾ രാജ്യത്ത് നടക്കുന്നത് എന്നും നമുക്കറിയാം. പക്ഷെ ഇത് രണ്ടിനും ആവശ്യമാണ്. തീവ്രവാദികൾ കാണിക്കുന്ന പേക്കൂത്തുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് വേണം ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താൻ, മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ, അവർക്കെതിരായ അതിക്രമങ്ങളുടെ ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്തർദേശീയ തലത്തിലാണെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക്, ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ സംഘപരിവാർ ഫാസിസ്റ്റ് പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ഈ തീവ്രവാദികൾ വളരെ സജീവമായി നിലനിൽക്കുക തന്നെ വേണം. എന്നാൽ ഈ തീവ്രവാദത്തിന് മതപരമായ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നിപ്പോ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ അതിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങളൊന്നും സംസാരിക്കേണ്ടതില്ല. മതപരമായ അടിസ്ഥാനമില്ല എന്നുള്ളത് നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ നായക പദവിയിലിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കേരളം ഉൾപ്പെടെ തീവ്രവാദത്തിന്റെ ശ്രമങ്ങളുണ്ടായപ്പോൾ അതിനെ അതിശക്തമായി എതിർക്കാൻ നേതൃത്വം നൽകിയത് ശിഹാബ് തങ്ങൾ തന്നെയാണ്. ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ട് പാടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സമുദായത്തെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞവർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തീവ്രമായ സംസാരങ്ങളല്ല വേണ്ടതെന്നും ശിഹാബ് തങ്ങളുടെ
വാചാലമാകുന്ന മൗനമാണ് മുസ്ലിം സമുദായത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കിയതെന്നും കാലം പിന്നീട് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദിവസം നടത്തുന്ന ഈ ചർച്ചയിൽ ഇന്നത്തെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഈ ISIS ഒക്കെ വന്നതിന് ശേഷം കേരളത്തിൽ നിന്ന് ചില തിരോധാനങ്ങൾ ഉണ്ടായി. ആ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത്. അതിനെ വല്ലാതെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. ആ തിരോധാനം മുഴുവനും IS പോയതാണ് എന്ന് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ തിരോധാനം ഉണ്ടായതിന് അതിന് ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ടെക്നോളജികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പോയവരുടെയൊക്കെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ അവരൊറ്റപ്പെട്ടവരോ എന്തെങ്കിലും രൂപത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉള്ളവരോ ആയിരുന്നു. പൊതുസമൂഹത്തോട് ഇണങ്ങി അവരുമായി ഇടപഴകി ജീവിച്ചവരല്ല. ഈ ഇപ്പോ കാസർഗോഡ് നിന്നും പടന്നയിൽ നിന്നും ഒക്കെ ചില ആളുകളെ കാണാതായിട്ടുണ്ട്. ഈ കാണാതായവർക്ക് ചില മാനസിക വൈകല്യങ്ങളുണ്ട്. ആ മാനസിക വൈകല്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന ചില സമീപനങ്ങൾ ഇപ്പോ ഇന്ന് സൈബർ ലോകമാണ്. സൈബർ ലോകത്തുകൂടി ഇവരെ ആകർഷിക്കാൻ വേണ്ടി ISISന്റെ പേരിലൊക്കെ പ്രചരിപ്പിക്കാം. എന്താ ഇതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത്? ഇസ്ലാമിനെ വക്രീകരിച്ച് ചിത്രീകരിക്കുകയാണ്. ഒരു ആത്മീയ തീവ്രവാദം, അതിനെ അങ്ങനെ പേരിട്ടിരിക്കുകയാണ്. ഇപ്പൊ സൂഫിസം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല സൂഫികൾ നമുക്കിടയിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഒരു തെറ്റും ചിന്തയിൽ പോലും പ്രവൃത്തിയിൽ പോലും അള്ളാഹുവിന്റെ വജുഹിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം മുഴുവനും സമർപ്പിച്ചിട്ടുള്ള രീതികൾ. പക്ഷെ അതിനെ ഒരു തെറ്റായ രീതിയിൽ, ജിഹാദിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലെ അതിനെ തെറ്റായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മാനസിക രോഗത്തിന്റെ അവസ്ഥയിലേക്ക് ചില ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്ന രീതി, അതാണ്. അതിലേക്ക് സൈബർ ലോകത്തിലൂടെ ആകർഷിക്കപ്പെടുന്നവർ ഈ ബഹുസ്വരതയോടൊക്കെ നിരാകരണം പ്രഖ്യാപിച്ച് അവർ ഹിജറ പോവുകയാണ്. എവിടേക്ക്? ഇറാഖിന്റെയും സിറിയയുടെയും ഭാഗത്തുള്ള ചില പ്രദേശം ഈ ISISന്റെ നേതൃത്വത്തിലാണ്. അങ്ങോട്ട് ഈ ചെറുപ്പക്കാരെ ആകർഷിക്കുക. അപ്പൊ അതിനൊന്നും ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോ യാതൊരു വിധത്തിലും ഉത്തരവാദികളല്ല. പക്ഷെ അതിനെ പർവ്വതീകരിച്ച് ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ അങ്ങനെ ചിലത് നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നമ്മുടെ മാധ്യമങ്ങളും അതിനെ വല്ലാതെ തെറ്റായ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നു. ഒരു കാലത്ത് ലവ് ജിഹാദ് അത് നിരർത്ഥകമായിരുന്നു എന്ന് അവസാനം സുപ്രീം കോടതി വരെ പറയേണ്ടി വന്നു. എന്താ ലവ് ജിഹാദ്? പ്രണയിച്ച് ഇസ്ലാമിനെ ആളെ കൂട്ടാനുള്ള ഒരു പരിപാടി ചില തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ പ്രണയിച്ചും പ്രേമിച്ചും ഇതിലേക്ക് ആളെ കൂട്ടേണ്ട ഒരു സ്ഥിതിയില്ല. അങ്ങനെ കൂട്ടാൻ ഇസ്ലാം വിട്ട് പറയുന്നുമില്ല. മുസ്ലിം സമൂഹത്തിന് ആളെ കൂട്ടാൻ ചെറുപ്പക്കാരെല്ലാവരും വളരെ സജീവമായി മറ്റു മതസ്ഥിലെ പെണ്ണുങ്ങളെയൊക്കെ പ്രണയിച്ച് ഇതിലേക്ക് ആളെ കൂട്ടണം എന്ന് അങ്ങനെ കൂട്ടുന്നത് ശരിയല്ല എന്നാണ് ഇസ്ലാമികമായ തന്നെ കാഴ്ചപ്പാട്. അത് വിശ്വാസപരമായി ഓരോരുത്തരും വിശ്വാസം ഉൾക്കൊണ്ട് കടന്നു വരേണ്ടതാണ്. പക്ഷെ അന്ന് അങ്ങനെ പ്രചരിപ്പിച്ചു ലവ് ജിഹാദ്. അവസാനം സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു ലവ് ജിഹാദും ഇല്ല. ഈ കാലം ലോകം ഉണ്ടായ കാലത്ത് തന്നെ ആണും പെണ്ണും പ്രേമവും പ്രണയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ആ കുട്ടികൾക്കിടയിൽ ചിലപ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രണയവും പ്രേമവും കല്യാണവും മിശ്ര വിവാഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അക്കാലത്താരും ലവ് ജിഹാദാണെന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ പ്രണയബന്ധങ്ങളും ഇന്ന് ദമ്പതികളായി ജീവിക്കുന്നവരെയും നമുക്കറിയാം. നമ്മളെ സർക്കാർ പോലും ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. മിശ്ര വിവാഹിതർക്ക് പ്രത്യേകമായ ആനുകൂല്യമുണ്ട് സർക്കാരിന്. അവരെ മക്കൾക്ക് ചില സംവരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ലവ് ജിഹാദിന്റെ പേരിലായിരുന്നു അല്ല. അപ്പൊ ഇന്നത്തെ കാലമായപ്പോ അതിനെ ചിലർ വ്യാഖ്യാനിച്ചത് ലവ് ജിഹാദ് എന്നാണ്. എന്നതുപോലെ ഈ തിരോധാനങ്ങൾക്കും അനാവശ്യമായ പബ്ലിസിറ്റികൾ ചില പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം കാണുമ്പോൾ മതപരമായി തന്നെ വളരെ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് സമൂഹത്തെയും സമുദായത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കുമുണ്ട്. കേരളത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ലോകത്തെവിടെയും ഇല്ലാത്ത ഉത്കൃഷ്ടമായ ഒരു മുസ്ലിം സമൂഹത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ ISISുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള താത്വികമായ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താ ISISന്റെ മുദ്രാവാക്യം? ദാഇഷ് ഖിലാഫത്ത് എന്ന് പറഞ്ഞ് അവർ മുസ്ലിം സമൂഹത്തെ എങ്ങോട്ടാ ക്ഷണിക്കുന്നത്? ഒരു ബഹുസ്വരതയിൽ, അതായത് ഇസ്ലാമികമല്ലാത്ത ചിഹ്നങ്ങളുള്ള എവിടെയും ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ സമർത്ഥിക്കുന്നത്. അതാണ് ദാഇഷ് ഖിലാഫത്ത്. അപ്പൊ അതല്ലാത്തതിനോടൊക്കെ സമരം ചെയ്യണം, അതല്ലാത്തതിനോടൊക്കെ പോരാട്ടം നടത്തണം എന്നാണ് അബൂബക്കർ അൽ ബഗ്ദാദി
യുടെ പ്രത്യയശാസ്ത്രം. അതാണ് ഇന്നത്തെ IS-ന്റെ പ്രത്യയശാസ്ത്രം. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് തീർച്ചയായും പറയാൻ കഴിയും, ഒരു ബഹുസ്വര സമൂഹത്തിൽ നല്ല മുസ്ലിങ്ങളായി, നല്ല വ്യക്തിത്വമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളായി ഇവിടെ ജീവിച്ചു മരിക്കാൻ കോടിക്കണക്കിന് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾ നല്ല വ്യക്തിത്വമുള്ള മുസ്ലിങ്ങളായി തന്നെ ഈ ബഹുസ്വരതയോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്. അപ്പോ ദായിസ്, നമ്മുടെ ET ബഷീർ സാഹിബും KM ഷാജിയും ഒക്കെ ഈ ചർച്ചാ സമ്മേളനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദായിഷ് ഖിലാഫത്തിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അതിലേറ്റവും ശ്രേഷ്ഠമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കേരളീയ മുസ്ലിം സമൂഹമാണ്. ഒരു ബഹുസ്വരതയിൽ നിന്നുകൊണ്ട്, എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മുസ്ലിങ്ങളായി, വിശ്വാസപരമായി ഏറ്റവും നല്ല ഔന്നിത്യം പുലർത്തുന്നവരായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനായിട്ടുണ്ട്. അപ്പോ ഈ IS പോലുള്ള തലതിരിഞ്ഞ തെറ്റായ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഗതികൾക്കെതിരെ ഏറ്റവും ജാഗരൂകമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, പുതുതലമുറയോട് സംവദിക്കാൻ സാധിക്കുന്നത് നമുക്കാണ്. ഇപ്പൊ ഇവിടെ തന്നെ പട്ടിക്കാട് ജാമിയന്നൂരിയ വളരെ ഞങ്ങളൊക്കെ എല്ലായിടത്തും ഉദാഹരണമായിട്ട് പറയാറുണ്ട്. പട്ടിക്കാട് ജാമിയന്നൂരിയ നമ്മുടെ സമൂഹത്തിലേക്ക് ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചു. പണ്ഡിതന്മാർ വംശനാശം സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ആവശ്യത്തിന് പണ്ഡിതന്മാരുണ്ടാവണം. പ്രവാചകന്മാർക്ക് ശേഷം അനന്തരം പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ, ആ ദൗത്യം ഏറ്റെടുക്കാൻ പണ്ഡിതന്മാരുണ്ടാകണം. അതിനാണ് പട്ടിക്കാട് ജാമിയന്നൂരിയ പോലുള്ള ദാറുൽ ഉലൂമുകൾ സ്ഥാപിച്ചത്. എന്നാൽ അതേ പട്ടിക്കാട് ജാമിയന്നൂരിയയുടെ കീഴിലാണ് ഇന്ന് അവിടെ പെരിന്തൽമണ്ണയിൽ പട്ടിക്കാടിന്റെ ക്യാമ്പസിന്റെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ പോയാൽ നമുക്ക് മറ്റൊരു സ്ഥാപനം കാണാം. അതിന്റെയും ഇതിന്റെയും ഒക്കെ പ്രസിഡന്റ് ഇപ്പൊ നമ്മളിവിടെ അനുസ്മരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു ദീർഘനാൾ. ഇപ്പോ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. ഏതാ സ്ഥാപനം? ആ സ്ഥാപനം MEA എഞ്ചിനീയറിംഗ് കോളേജാണ്. ഒരു സമൂഹത്തിൽ ശില്പമധുരമായി നമ്മുടെ മതം പഠിപ്പിക്കാൻ, മതത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഉള്ള യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന അതേ സ്ഥാപനം തന്നെയാണ് മറുഭാഗത്ത് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് സമൂഹത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, റോഡും പാലവും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ, സോഷ്യൽ എഞ്ചിനീയറിംഗ് നിർവഹിക്കാൻ, നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള യുവ എഞ്ചിനീയർമാരെ വാർത്തെടുക്കുന്നതും അതേ പട്ടിക്കാട് ജാമിയന്നൂരിയക്ക് കീഴിലുള്ള കമ്മിറ്റിയാണ്. അപ്പൊ ഞാനിതിവിടെ പറഞ്ഞത്, ഇത് ഒരു ബഹുസ്വരതയിൽ മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയില്ല എന്ന IS-ന്റെയും അതുപോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും വാദങ്ങൾക്ക് ഏറ്റവും എതിരായി ലോകത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങളും അതിൽ തന്നെ കേരളീയ മുസ്ലിം സമൂഹവുമാണ്. നമ്മളങ്ങനെ തലമുറകളായി ഇവിടെ ജീവിച്ച് വളർന്നു വരികയാണ്. നമ്മൾ നല്ല മുസ്ലിങ്ങളായി, അള്ളാഹുവിനെ പേടിയുള്ള ഏറ്റവും നല്ല ഇസ്ലാമികമായ ചിഹ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, ഇവിടുത്തെ ബഹുസ്വരതയോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ ജീവിച്ച് വളർന്നു വന്നവരാണ്. അപ്പോ ഇത്തരം തീവ്രവാദ വർത്തമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തെ വേട്ടയാടാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ, ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് കരുത്ത് പകരാൻ അവരിതിനൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാത്തിനെയും ഇപ്പോ വിദ്വേഷത്തിന്റെ ഉപകരണങ്ങളായി എല്ലാം മാറിക്കഴിഞ്ഞു. നമ്മൾ ബീഫ് മുതൽ, സംഗീതം മുതൽ, ക്രിക്കറ്റ് മുതൽ, കല മുതൽ. ഇപ്പൊ ഇന്നുണ്ട് ഒരു കേന്ദ്രമന്ത്രി ഒരു മുസ്ലിം നാമധാരിയായ സിനിമാ നടനുമായിട്ടുള്ള ഒരു തർക്കം. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയെക്കുറിച്ച് അമീർ ഖാൻ പറഞ്ഞതിനെതിരെ ഇന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ മനോഹർ പരീഖുമായിട്ടുള്ള ഒരു സംസാരം എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്തയാണ്. അപ്പൊ അതിൽ മന്ത്രിമാരൊക്കെ എപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്വേഷം പ്രചരിപ്പിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു സാംസ്കാരിക ഏകതയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, രാജ്യത്തിന്റെ നാനാത്വവും രാജ്യത്തിന്റെ ബഹുസ്വരതയും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരം വീണുകിട്ടുന്ന സംഗതികൾ
ഇസ്ലാമിന്റെ പേരിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം പേക്കൂത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ മുമ്പിലുള്ള മാർഗം നമ്മൾ ശിഹാബ് തങ്ങളെ കൂടുതൽ നമ്മൾ മറന്നിട്ടില്ല, ഓർക്കാതിരിക്കാൻ. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ ശിഹാബ് തങ്ങളെ കൂടുതൽ സ്മരിക്കുന്ന ഒരു സന്ദർഭമാണ്. ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയം, ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനവും ഉയർത്തി കാണിച്ചിട്ടുള്ള സമീപനങ്ങൾ, അതൊക്കെ തന്നെയാണ് പക്വതയോടുകൂടി ഈ കാണുന്ന വെല്ലുവിളികളെയൊക്കെ, രണ്ട് ഭാഗത്ത് വരുന്ന വെല്ലുവിളികളും ഞാൻ പറഞ്ഞു, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ്. അത് ദേശീയ തലത്തിലാണെങ്കിലും അന്തർദേശീയ തലത്തിലാണെങ്കിലും. അപ്പൊ ഈ രണ്ട് വെല്ലുവിളികളെയും നേരിടാനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ സമചിത്തതയോടുകൂടി, പ്രകോപനങ്ങൾ പലതുമുണ്ടാകും, പ്രകോപിതരാവാതെ. ഞാൻ പറഞ്ഞല്ലോ, കേരളീയ മുസ്ലിം സമൂഹം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാണ്. ആ മാതൃകയായത് നിരവധി കനൽ വഴികളിലൂടെയുള്ള ചരിത്രപരമായ പ്രയാണത്തിലൂടെയാണ്. അപ്പൊ അതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ ചർച്ചകൾ, സത്യത്തിൽ അതിൻ്റെ കൃത്യമായി തുടങ്ങിയില്ലെങ്കിലും എന്നെ ആദ്യം വിളിച്ചു, ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ഈ തീവ്രവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ചിന്തകൾ ഈ സമ്മേളനത്തിന്റെ ചർച്ചയ്ക്ക് മുമ്പായി